ഗതാഗതം നിശ്ചലമാകുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണം? ഇത്രയധികം ആൾക്കൂട്ടം വരുമെന്ന സ്വാഭാവികമായി നേരത്തെ കരുതേണ്ടതല്ലേ? അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ശ്രീധരൻ ഇപ്പോൾ നഗരത്തിൻ്റെ ഏത് ഭാഗത്താണ്? സ്വീകരണ പരിപാടി, ഔദ്യോഗിക പരിപാടിയിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ തന്നെ ഈ വിധാൻ സൗദയ്ക്ക് മുൻപിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വിധാൻ സൗദയോട് ചേർന്നുള്ള റോഡുകളിലും അതുപോലെ തന്നെ ചുറ്റും വലിയ തോതിൽ ആളുകൾ കൂടി നിന്നിരുന്നു. നിലവിൽ ഏതായാലും ഈ പ്രദേശത്ത് പ്രശ്നങ്ങളില്ല. പക്ഷേ മറ്റു ഭാഗത്ത്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്താണ് ഇത്ര വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ വിക്ടറി പരേഡ് ഉൾപ്പെടെ നടത്താനാവില്ല എന്നുള്ള കാര്യമൊക്കെ പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ വലിയ സമ്മർദ്ദം ചെലുത്തി വിക്ടറി റാലി നടത്താമെന്നുള്ള നിലപാടിലായിരുന്നു KCAയും RPBയും. പക്ഷേ ആ വിക്ടറി റാലിക്ക് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന. നിലവിലേതായാലും ടീമംഗങ്ങൾ ഇപ്പോൾ വിധാൻ സൗദയിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു. ഇനി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പരിപാടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഈ നിയമസഭയിലെ പരിപാടി അത് വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് താരങ്ങൾ ഇവിടെ നിന്ന് പോയത്. അതിന്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തിരുന്നു. ഒരുപക്ഷെ ഈ മഴ പെയ്തപ്പോൾ കൂടുതൽ തിക്കും തിരക്കും ഉണ്ടായി അപകടമായിരിക്കാം ഒരുപക്ഷെ ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും നമ്മൾ അല്പസമയത്തിനകം തന്നെ ആ സ്ഥലത്ത് വലിയ തിരക്ക് റോഡിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. വിധാൻ സൗദയ്ക്ക് ചുറ്റും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്ന് വിജയാഘോഷ റാലിയായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പോകും എന്നുള്ളതായിരുന്നു അറിയിപ്പ്. ഏതായാലും താരങ്ങൾ എത്തുന്നതിന് മുൻപ് ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. 7 മരണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ ഏതാണ്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ കൂടുതൽ തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് ബാംഗ്ലൂർ നിവാസികൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടായ